ഇങ്ങനെ മീൻകാരന്റെ കാര്യം പറഞ്ഞ അറിഞ്ഞ ഇല്ലടാ, എടുത്തു വെച്ചേക്കുന്നേ ഉള്ളൂ. എന്തോ ഉച്ചക്ക് തോരത്തിനുള്ള പയറ് വിളിക്കണ്ടായിരുന്നു, അവിടെ നിർത്തിയാ മതിയായിരുന്നല്ലേ. എന്നെ പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വരല്ലായിരുന്നു. ആ അത് കൊള്ളാം. നീ വന്നില്ലായിരുന്നെങ്കിൽ ആര് റബ്ബറൊക്കെ പോയി വെട്ടും? ഞാൻ പോയി വെട്ടണോ? വെളുപ്പാങ്കൽ 5:30 വന്ന് പോയി താണ്ട റബ്ബർ എല്ലാം ഞാൻ വെട്ടി കണ്ടില്ലായിരുന്നു. എവിടായിരുന്നു? ഞാൻ കുളിക്കുവായിരുന്നടാ. വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കീടുക്ക് ഒരു രക്ഷയുമില്ല. അയ്യോ, ഞാൻ കുളിക്കുന്ന വീഡിയോ ഇറങ്ങിയാ? അല്ല, ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞ എന്തോ അറിയാമോ? നിങ്ങളുടെ കെട്ടിയോ ഭയങ്കര രാഷ്ട്രീയക്കാരനാണോ? ഞാൻ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് പോയാ പോലീസിന്റെ ഇന്ന് പട്ടിയെ കണക്കാണ് തല്ല് മേടിച്ചത്. ഇപ്പൊ കേരളം മൊത്തം അതങ്ങ് വൈറലായി. കണ്ടായിരുന്ന തന്നെ കണ്ട് അതൊന്ന് കാണണം, ചിരിച്ചൂപ്പാട് വരും. എന്തോന്ന് സങ്കടം തോന്നുന്നു, എന്റെ മുതലാളി അല്ലേ അടിച്ചേക്കണത്. നിനക്ക് ഇത്ര സങ്കടമാണെന്നുണ്ടെങ്കിൽ ഭാര്യ എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കോടാ. ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല, ഞാൻ മന്ത്രിക്കും MLA-ക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങേരുടെ ജോലി ഉണ്ടല്ലോ, ഞാൻ തെറിപ്പിച്ച് കൈ കൊടുക്കും. അത് പറയാനാ വന്ന പുള്ളിയുടെ ജോലി തെറിച്ചു, പുള്ളി സസ്പെൻഷനിലായി. ചുമ്മാ സത്യം. ഒന്ന് മാറണേ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു മരണ വീടി വന്ന് മരണം കൊണ്ടുവരാൻ നിക്ക്. ഞാൻ പറയണേക്ക് എന്തുവാടാ നിങ്ങൾ ഇങ്ങനെ കെട്ടിയോനോടെ ബേക്കറിയിൽ ഒളിച്ചിരിക്കുവാന്ന്. അതെന്തിനാ ബേക്കറി കയറി ഒളിച്ചിരിക്കണത്? ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ, നാണക്കേടുണ്ട്. എന്റെ ചേട്ടന്റെ കൂട്ടുകാരന്റെ ബേക്കറി പോയി ഒളിച്ചിരിക്കുവാടാ. അവിടെ ഇരുന്നോളാൻ പറ. ആ പോലീസുകാരെന്ന് പറഞ്ഞ ഭയങ്കര ചൂടാണ്. പുള്ളിയാണ് സസ്പെൻഷനിലായേക്കുന്നത്. പുള്ളി പണ്ട് പാപ്പം മേടിച്ചോണ്ട് തന്നില്ലാന്ന് പറഞ്ഞ് വാപ്പയെ വരെ വെളിയിലിറക്കി നിർത്തിയാളാ. അയാളെ നിങ്ങൾക്ക് അറിയണം, അങ്ങേരങ്ങാനം കേറി വന്ന. നീ മിഷ്യൻ കണ്ടോ? കണ്ട്. ആ മിഷ്യനകത്തിട്ട് അങ്ങേരെ ഞാൻ കറക്കി പുറകെ കിടക്കുന്ന അയയെ കൊണ്ടുവന്ന് വിരിച്ചു ഉണക്കി ചന്തയെ കൊണ്ടുവന്ന് വിക്കോടാ. ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് വെല്ലുവിളിക്കണത്? അതൊക്കെ പോട്ടെ, നീ പോയി മരം വെട്ടിപ്പോ. മരോ? ഞാൻ എങ്ങനെ മരം വെട്ടും? എന്റെ അന്നദാതാവിനെ പോലീസ് അടിച്ചത്. ഞാനപ്പൊ വെറുതെ ഇരിക്കൂ? അയാൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. സത്യമായിട്ട്. ഈ സന്തോഷ വാർത്ത ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. പോയി പറ വേണ്ടിട്ട് കൊറേ മരിക്കും. കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ഒരു ₹1 അങ്ങനെ ഇവിടെ കൊണ്ട് അടിച്ച് ഞാനൊരു പെഗ് ചോദിച്ചപ്പോ അയാൾ പറയാം ആസിഡ് എടുത്ത് കുടിക്കാൻ. സത്യം പറഞ്ഞ ആ അടിച്ച പോലീസിനെ കിട്ടിയ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. ഉമ്മ സാറേ, എന്റെ ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കാല് പിടിക്കാൻ ഈ വീട്ടിൽ വന്നത്. സാറിനറിയാല്ല? എനിക്കറിയാം റഷീദേ, എനിക്കറിയാം. സാറേ, ഡിപ്പാർട്ട്മെന്റിൽ എനിക്കൊരു പേരുണ്ട്, ചൂടൻ SI എന്നൊരു പേരുണ്ട്. സാറിനറിയാല്ല? റഷീദേ, നീ നിന്റെ ദേഷ്യം കുറയ്ക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് നീ ആ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്ക്. സാറേ, ഞാൻ ഇന്ന് വരെ ഒരുത്തന്റെ മുമ്പിൽ കുനിഞ്ഞിട്ടില്ല. സാറിനറിയാലോ? അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ച കുനിഞ്ഞതോ? അത് പേഴ്സ് തറയപ്പോ എടുക്കാൻ വേണ്ടി കുനിഞ്ഞല്ലേ ഞാൻ. റഷീദേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ചൂടായുള്ള സംഭവം അറിയാലോ. നീ പെറ്റ തള്ള സഹിക്കും, നിന്നെ കൊണ്ട് താങ്ങത്തില്ല, അത്രയ്ക്ക് ചൂടാണ് ഞാൻ. അതല്ല സാറേ, ഞാൻ അടിച്ച് പല്ല് തെറിപ്പിച്ചില്ല. അവന്റെ വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണ് സാർ. ഞാൻ എന്ത് ചെയ്യണം പറയണം സാർ? കൂൾ റഷീദേ, കൂൾ. എങ്ങനെയെങ്കിലും സാധിച്ചെടുക്ക് പ്ലീസ്. ഓക്കെ സാർ, ഓക്കെ. പറ്റുമെന്ന് അറിഞ്ഞൂടെ, ഞാൻ ട്രൈ ചെയ്യാം. എക്സ്ക്യൂസ് മീ. ആരാ? മനസ്സിലായില്ലേ? ഞാൻ പട്ടണം റഷീദ്. ഞാൻ കുഗ്രാമം സുഗു. അതിന് അങ്ങനെയൊക്കെ പേരിട്ടത്? ഞങ്ങൾക്ക് പട്ടണം ആക്കി എനിക്ക് കുഗ്രാമം ആയിക്കൂടെ? അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പട്ടണത്തിലെ SI റഷീദാണ് ഞാൻ. ഞങ്ങളുടെ മോലാളി അടിച്ച് മറ്റേ വൈറലായത്. അങ്ങനെയൊക്കെ സാറെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലല്ല. സാറിന് സാറെ കാക്കിയിലാണല്ലോ കാണുന്നത്. ഇപ്പൊ സസ്പെൻഷനിലാണല്ലോ. സാർ എന്താണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. ഈ സംഭവം കോംപ്രമൈസ് ചെയ്യണം. സംഭവം കോംപ്രമൈസ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ 30-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പൊ സാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, കഴിച്ചിട്ടില്ല. എത്ര വയസ്സുണ്ട്? മുതുക്ക് മുറ്റടിച്ച് അങ്ങനെ നടക്കണ് ഞാൻ. അതിന്റെ സാർ വയസ്സ് വെച്ചപ്പോ അങ്ങനെ പറയണത്? അതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു ഓരോരുത്തരെടുത്ത്. എന്താ ഇതുവരെ പെണ്ണ് കെട്ടാത്തത്? പിള്ളേരെ ഇരിക്കണ പാപ്പല്ലേ എടുത്തോണ്ട് ഓടാൻ ചോദിച്ചാ തരണ്ടേ പിള്ളേരെ? ഇത് ഞാൻ സാറിന് കോംപ്രമൈസ് ചെയ്ത് തരാം. എങ്ങനെയെങ്കിലും കോംപ്രമൈസ്. ഓക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാറേ. എന്താ സാർ? പെണ്ണുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടത്തിയാ പെണ്ണുമ്പുള്ള. അതിനേക്കാൾ വലിയ ചൂടാണ്. ഞാൻ അട്ടപ്പാടിയിൽ ഇരുന്നപ്പോ ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ സംസാരിച്ചത് ഞാൻ കാലാവാരി ടെൻഷൻ. എടാ, ചേട്ടൻ വിളിച്ച് എന്തോ പറഞ്ഞു നിനക്ക് അറിയാമോ? എന്തുവാ പറഞ്ഞേ? ആ SI സസ്പെൻഷൻ കഴിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ, അങ്ങനെ പാർട്ടിക്കാരെ കൊണ്ട് തല്ലിക്കണോന്ന്. ആരാണത്? അതാരാ? ഞാൻ പറയട്ടെ, നമ്മൾ ഈ കേസ് കൊടുത്തില്ലേ, ആ കേസ് ഒന്ന് പിൻവലിക്കണം. സുഗു, നീ ഇത് എന്നോട് തന്നെയാണോ സുഗു പറയണത്? എന്റെ ചേട്ടൻ അടിച്ച കേസ് ഞാൻ പിൻവലിക്കാനോ? നടക്കത്തില്ല സുഗു, നടക്കത്തില്ല. നിങ്ങൾ എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? നിങ്ങൾ എത്ര തവണ കെട്ടിയോനടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. അതിന് കേസ് കൊടുത്തോ? ഇല്ലല്ലേ. എന്റെ സുഗു, ഞാൻ അടിക്കും പോലെയാണോ ഈ കണ്ടോമാരെടുത്തിട്ട് അടിക്കണത്? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അങ്ങോട്ട് മാറിയുന്നേ. പന്തറിയാണ് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം ചേട്ടാ. ഈ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു SI, ഒരു കിഴങ്ങൻ SI അടിച്ചു. അവ അത്ര വലിയ കിഴങ്ങനൊന്നും അല്ല.
നിന്റെ ഈ കൈ ഉണ്ടല്ലോ, എന്റെ ഈ ചേട്ടൻ അടിച്ച കൈ ഒടിഞ്ഞു പോകത്തോളടാ. എവിടെ പോയോ? ആ പെണ്ണുമ്പിളോട് പറഞ്ഞ മനസ്സിലാക്ക്. ഞാൻ ഭയങ്കര ചൂടനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സാറിന് ഇപ്പൊ എന്താണ് വേണ്ടത്? കോംപ്രമൈസ്. നേരെ പോയി സംസാരിക്കുക. ഒരു പാവമാണ്. എന്റെ ചൂട് മാറ്റിയിട്ട് പറയട്ടെ. എക്സ്ക്യൂസ് മീ. എന്താ വേണം? ഇവരുടെ 30-ാം തീയതി എന്റെ കല്യാണമാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ ഞാൻ പൈസയൊക്കെ തരായിരുന്നു. അടിച്ച് നിന്നെ അയ്യോ! താഴെ ഇടണം. നിങ്ങൾ എന്തോന്ന് പറഞ്ഞത്? അറിയാതെ പറഞ്ഞപ്പോ ഇപ്പൊ 2 കേസാ. ഒന്ന് ഭർത്താവിനെ തല്ലി, ഇതാണ് ഇപ്പൊ ഭാര്യയുടെ തരാവശ്യമായിട്ട് സംസാരിച്ചു. അതും പറയും. ഒരു കാര്യം ഞാൻ പറയട്ടെ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരൊക്കെ വലിയ പോലീസുകാരാണ്. പിന്നെ പുറത്തിറങ്ങിയ ഭയങ്കര വിഷയം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പുള്ളി പൈസയൊക്കെ തരാന്ന് പറഞ്ഞില്ലയോ? എടാ, എന്റെ ചേട്ടനെ അടിച്ചതല്ലേടാ. ഞാൻ ഒരു മിനിറ്റ് സാറേ, പൈസ എത്ര കൊടുക്കാൻ പറ്റും? ഒരു രൂപയിൽ തീരുമെന്ന് ചോര്. ഒരു 1,00,000 രൂപയൊക്കെ തരുവന്ന്. 1,00,000 രൂപയ്ക്ക് ഒതുക്കാനോ എന്റെ ചേട്ടൻ അടിച്ചത്? 1,00,000 രൂപ. നീ എന്തുവാടാ സുഖി പറയണത്? അതൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റത്തില്ലെന്നോ? ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ട് വരാം. എനിക്ക് മനസ്സിലായി. മറ്റേ കവള് കൂടി കാണിച്ച് അടിച്ച് 2 ലക്ഷം മേടിക്കാനുള്ള ശ്രമമല്ലേ? എങ്ങനെ മനസ്സിലായി? സാധാരണ ചുണ്ടാനക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും അതായിരിക്കും പറയാനെന്ന്. കേസ് ഒത്തീർപ്പാക്കട്ടെ? ഒത്തീർപ്പാക്കടാ സാറേ, കുഴപ്പമൊന്നുമില്ല, ഒത്തീർപ്പാക്കാന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇതേ ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ട്, മനസ്സിലായോ? ഇതൊന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. നമുക്ക് അങ്ങനെ വെറുതെ കയറി ഒപ്പിടാൻ പറ്റത്തില്ല. നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഒപ്പിട്ടോ. ഇടട്ടെ. പരാതി ഒന്നുമില്ല. ഓക്കെ. ശശിക്കാരൻ ശശിക്കാരൻ താണ്ടെ. ഡാപ്പർ സുനിയ റബ്ബർ വിട്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മലയാളത്തിലോട്ടൊന്ന് തർജ്ജിമ. വേണ്ട, ഞാൻ വായിച്ചല്ലോ. എനിക്ക് ഇത് വേണ്ട, ഇംഗ്ലീഷ് വായിക്കണ്ട. എനിക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ മലയാളത്തിലോട്ടൊന്ന് തർജ്ജിമ ചെയ്തോട്ടെ. ജോലിക്കിടയിൽ പോലീസുകാരൻ റഷീദിനെ എൻ്റെ ഭർത്താവ് മുൻ വൈരാഗ്യത്തിൽ കയ്യേറ്റം ചെയ്തതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ സാറിനെതിരെയുള്ള കംപ്ലീറ്റ് കേസുകളും പിൻവലിച്ചതായും നഷ്ടപരിഹാരമായി 1,00,000 രൂപ റഷീദ് സാറിന് കൊടുത്തുകൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചുകൊള്ളുന്നു. വിശ്വസതയോടെ ഭാര്യ മീന. അയ്യോ അയ്യോ, അത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ തന്നെ. ഇത് അങ്ങനെ അല്ല. അങ്ങനെ തന്നെയാണ്. അല്ല, അത് അങ്ങനെ അല്ലെന്ന്. നല്ല 1,00,000 രൂപ ഇങ്ങോട്ടാണ് തരേണ്ടത്. വെറുതെ റോട്ടിൽ കിടന്ന പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ആണ് അയാൾ എറിഞ്ഞോടിച്ചത്. അല്ലാതെ എല്ലാവരും കൂടെ വന്ന് കേരള പോലീസിന്റെ മണ്ടേ കയറാൻ പറ്റല്ലേ? മനസ്സിലായ? അയ്യോ, നോക്കണേ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ സുഖു? എനിക്കറിഞ്ഞൂടാ. നീ ഒറ്റ ഒരുത്തൻ ഈ കിട്ടാവുന്ന 1,00,000 രൂപ തൊലച്ചത്. നീ എന്നോട് വായിച്ചു നോക്കിട്ട് ഒപ്പിടാൻ പറഞ്ഞത്. എനിക്കറിയാം ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണത്. വായിക്കാൻ എഴുതാനും പാടില്ലാത്ത ഇവനൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാ. പോടാ അവിടുന്ന്. കണ്ടോ, നിങ്ങൾ ഒറ്റരാള് കാരണമാണ് എന്റെ ജോലി പോയെന്ന്. ഞാൻ ഇനി എന്തോ ചെയ്യുന്നു പറ. ഒട്ടുപാലിരിപ്പുണ്ടോ? ഉണ്ട്. എടുത്ത് വലിച്ചോണ്ടിരി. നിങ്ങളിങ്ങനൊന്നും പറയില്ല. മനുഷ്യന് ടെൻഷൻ അടിച്ചിട്ട് വയ്യാന്ന് ഇവിടെ എന്തോ ചെയ്യണത്. കൈ കാണീരേ. ഇത് കണ്ട, ഇത് വെച്ചോ. ഇതെന്തിനാ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരി. എന്ത് കാര്യത്തിന്? ടെൻഷൻ മാറുമെന്ന്. സാറേ,